കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചായ കുടിച്ച് വന്നാലും വാ മക്കളെ. ഇത് തന്നെയാണ് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര അടിപൊളി മസ്റ്റ് ട്രൈ ആയിട്ടുമാണിത്. അയ്യേ അത്രയൊക്കെ കണ്ടോടാ. ഇതൊക്കെ വട്ടി കേസ്. എന്താണ് താൻ പറഞ്ഞേ? അല്ല എന്തോ നീ പറഞ്ഞല്ലോ. എടാ നീ ഇങ്ങോട്ട് വന്നേ, അവള് വ്ലോഗറാടാ. അതിന് ഓ ഒന്നുമില്ല, നീ ഇങ്ങോട്ട് വാ. അതെ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. ഓ പിന്നെ നീ ഇങ്ങോട്ട് വാ, ഞാൻ നിനക്ക് തന്നേരം എടുക്കാനായിട്ട്. ഒന്ന് പോടാ ചെറുക്കെ. ജിമ്മി എനിക്ക് അവളെ പിടിക്കുന്നില്ല കേട്ടോ. അതിന് നീ എന്താ അവളെ കെട്ടാൻ പോണ? നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ അവളെ വെറുതെ വിടുക. A few moments later. ഈ ചുറ്റുപണികളെ നിങ്ങളത് കാര്യാക്കണ്ട. ഞാനേ ഒരു പട്ടിയെ ഓടിച്ചു വിട്ടതാ. നീ എന്നാത്തിനാ കൊച്ചേ കണ്ട പയ്യന്മാരുടെ കൂടെ വഴക്കിടാൻ പോകുന്നേ? അതിന് ഞാൻ എന്താ ചെയ്തേ? അവർ ഇങ്ങോട്ടാ ചോദിക്കാൻ വന്നത്. നീ അത് വിട്. രവി എവിടെ? അത് പറയാതിരിക്കണം നല്ലത്. അത് മൊത്തം വിറ്റാ. നീ അവരുമായിട്ട് വഴക്കിടാൻ തുടങ്ങിയപ്പോ തന്നെ അവൻ മുങ്ങി. അയ്യേ എന്ത് കൊച്ചാടി അവൻ. അതങ്ങനെ ഒരു സാധനം. നീ വാ നമുക്ക് വല്ലതും പോയി ഞണ്ണ വാ. എടാ ഇത് മറ്റേ കൊച്ചല്ലേ? എവിടെ നോക്കട്ടെ. ആ അതെ അതെ. അല്ല നീയൊക്കെ ഏത് കൊച്ചിന്റെ കാര്യമായി കിടന്ന് പറയുന്നേ? അതൊക്കെ വലിയ കഥയാ. ഓഹോ അത്ര വലുതാണെങ്കിൽ പറയണ്ട. ഷെടാ നിക്ക് പറയട്ടെ. ചേടാ നിങ്ങൾക്ക് വട്ടാണോ? വെറുതെ ഇരിക്കുന്ന കൊച്ചിനെ പോയി ചൊറിയാനായിട്ട്? വെറുതെ അല്ല, തല കിട്ടാഞ്ഞത് ഭാഗ്യം. എടി ഞങ്ങൾക്കറിയോ അതിന് അവളത് കേൾക്കുന്നു. അതന്നെ പറഞ്ഞേ, രണ്ടിനും തല കിട്ടാഞ്ഞത് നന്നായി. ശരിയാ ശരിയാ. കിങ്ങിണി എടി കിങ്ങിണി ഒന്ന് എണീക്കണ്ട കൊച്ചേ. എന്താ അമ്മ? ക്ലാസ്സിന് പോവണ്ടേ നിനക്ക്? ടൈം എത്ര ആയെന്നാ? എണീച്ച് വാ കൊച്ചേ. അതൊക്കെ പോവാ അമ്മ. ഞാൻ അമ്മയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എനിക്ക് ഇങ്ങനെ എന്ന് വിളിക്കല്ലേ എന്ന്. ഓ അതൊരു ഫ്ലോക്ക് വരുന്ന എൻ്റെ കൊച്ചേ. നീ ഇങ്ങോട്ട് വാ. ഓ പിന്നെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് വ്ലോഗിൻ്റെ കാര്യം ഓർമ്മ വന്നേ. എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം. ആദ്യം പോയി ആ പല്ലൊന്ന് തേക്ക്. അമ്മ ഞാൻ ഫുഡ് കഴിച്ചിട്ട് തേച്ചോളാം. ഓ അയ്യേ എന്തൊരു അഴുക്ക് കൊച്ചേ ഇത്. ഈ കൊച്ചി ഇപ്പടിയും വന്നോ? ആഹാ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങള്? എന്താ എന്ത് വേണം? അല്ല ആരൊക്കെയോ എന്നെ എടുക്കുമെന്നോ പൊക്കുമെന്നോ എന്തൊക്കെയോ പറയുന്നു കേട്ടു. എടാ ഇതാ കുട്ടിയല്ലേ? ഓ ഒന്ന് പയ്യെ പറയടി, അല്ലെങ്കിൽ അവൾ എന്നെ നോക്കും. അല്ല നീ ഇവിടെ ഉണ്ടായിരുന്നോ? കൊണ്ട് ചെറുതായിട്ടൊക്കെ. അവനെ നോക്കിക്ക. എടാ പൊട്ടി. അല്ല ഇവര് രണ്ടുപേരും അന്ന് എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, അതൊന്ന് കേക്കട്ടെ, പറ. വേണ്ടടി വാ പോവാം. നീ ഒന്നും മിണ്ടാതിരിച്ചേർക്ക. ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. എന്താ ചേട്ടന്മാരെ ഞാനൊരു വ്ളോഗ് ഇടട്ടെ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതെ അതെ നീയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ വരുത്തുമല്ലോ. എന്റെ കൊച്ചെ ഒന്ന് വാടി. വരാന്ന്. ഞാനൊന്ന് രണ്ട് പറയട്ടെ ഇവരോട്. അല്ല നീ ഒന്ന് നിർത്തിക്കേ കൊച്ചേ. ഇത് എങ്ങോട്ടാ ഈ കേറി കേറി പോന്നേ? അല്ല പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവളെ ഒരു സബ്സ്ക്രൈബേഴ്സ് ആകെ 10-15 പിള്ളേരുണ്ട്. അവരെ കാണിച്ച് പേടിപ്പിക്കുന്നോ? എന്ത് 10-15? എനിക്ക് അതിനും കൂടുതലുണ്ട്. നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം നിനക്ക്. സോറി കേട്ടോ, അവളൊരു പാവ. അങ്ങനെ ആരോടും വഴക്കുണ്ടാക്കുന്നല്ല, എന്താന്നറിയില്ല. ഞങ്ങൾ പോവാ. സോറി കേട്ടോ. അയ്യോ സോറി ഒന്നും പറയണ്ട, അത് സാരമില്ല.
എടാ അത്രയൊന്നും പറയണ്ടായിരുന്നു കേട്ടോ. എടാ അവൻ പറഞ്ഞത് ശരിയാ, അവളൊരു പെൺകുട്ടിയല്ലേ, അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, മോശമായിപ്പോയി. ആടാ ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞതാ. എന്തായാലും ഇനി അവരെ കാണുമ്പോൾ ഒരു സോറി അങ്ങ് പറഞ്ഞേക്ക്. അതില്ല. അതേ നോക്കാന്നല്ല, നീ എന്തായാലും പറയണം, അല്ലെങ്കിൽ അവൻ എനിക്ക് സെറ്റ് ആവില്ല. ആരേ? എടാ അത് ആ കോട്ടും കയ്യൊക്കെ കെട്ടി ഒരു പൂക്കി പോലത്തെ ഒരു സാധനം നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അവൻ എനിക്കെന്നെ ഭയങ്കര അങ്ങ് പിടിച്ചു. അതാടാ. എന്നാ നീ എന്തായാലും അവളോട് സോറി പറഞ്ഞേ പറ്റൂ. അതെന്താ? അല്ല അവൾക്കൊക്കെ, നിനക്കെന്താ? എടാ നീ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? ഏത്? ഓ ഈ പൊട്ടനകത്തും അറിയത്തില്ലേ. എടാ നീ അവളുടെ കൂടെ ഒരു പൂച്ചക്കുട്ടിയെ പോലത്തെ ഒരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ? ഇവിടെ ഞാനില്ലല്ലോ. അവളുടെ ഫ്രണ്ട് സൂസി. നിനക്കെങ്ങനെ പേരറിയാം? അതവര് പറയണത് കേട്ടതാ. പിന്നെ നിന്റെ ആളുടെ പേര് രവി. ഏനുണ്ട് രവി? താങ്ക്സ് ഡാ പൊന്നാ, നീ എന്റെ മുത്താണ്. എന്തുവാടേ ഇപ്പൊ ഞാൻ ആരായി? എന്തായാലും മറ്റുള്ള രണ്ടാളെ നിങ്ങളുടെ അടുത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഞാനങ്ങ് എടുക്കുക അവളെ. നടക്കട്ടെ. എടീ എന്നാലും എന്താ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ആര്? മറ്റേ ചെക്കനല്ലേ? ഏത്? എടി അതന്നെ, നമ്മളെ ആ BTSലെ വീനെ പോലെ ഒരുത്തൻ, നല്ല ഹാൻസമായി ലുക്കൊക്കെ ഉള്ള അവൻ. ഓ അവൻ. അതന്നെ, എനിക്കറിഞ്ഞൂടാ, ഉറക്കമൊന്നും വരുന്നില്ലടി, എന്തോ ഒന്നും ശരിയല്ല. അതെന്താ? അടേ എന്തൊക്കെയോ ഇവിടേക്കോ ഒരു തകരാറ് പോലെ. അതെനിക്ക് 2-3 ദിവസമായി തോന്നി. നീ ഒരു കാര്യം ചെയ്യ്, അവന്മാരോട് പോയിട്ടേ ഒരു സോറി എന്ന് പറഞ്ഞേക്ക്, അപ്പം നിന്റെ എല്ലാ പ്രശ്നവും സോൾവ് ആവും. അതെന്തിനാ? നീ എന്താ അങ്ങനെ പറയാൻ കാരണം? പറഞ്ഞതിന് കാര്യമൊക്കെ ഉണ്ടടി. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറ. എടി നിന്റെ കൂടെ അന്ന് വഴക്ക് നടന്നില്ലേ, അവൻ്റെ കൂടെ ഒരു സെക്കൻഡ് ഉണ്ടായിരുന്നില്ലേ, അവനും ഞാനും ചെറുതായിട്ടൊന്ന് ഇഷ്ടത്തിലായിപ്പോയി. അതാ. ഇതൊക്കെ എപ്പോ? എടി ഞെട്ടാൻ വരട്ടെ, ഒന്നുകൂടെ ഉണ്ട്, ഇതും കേട്ട് ഞെട്ടിക്കോ. അത് പിന്നെ ഞാനും ചെയ്യും തമ്മിൽ ചെറുതായിട്ടൊന്ന്. മറ്റേ ലെവൻ്റെ കൂടെയുള്ള അവളോ? എടാ ദുഷ്ടന്മാരെ, സിംഗിളാന്ന് പറഞ്ഞ് സിഗ്മേറ്റ് നടന്നിട്ട് ഇപ്പം ഞാൻ മാത്രം സിംഗിളായി, നിങ്ങളൊക്കെ നിങ്ങളായല്ലേ. സോറിയുടെ ചക്കരെ, പറ്റിപ്പോയതാ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, അവരിപ്പോൾ വരും, നീ അവരോട് സോറി പറഞ്ഞേക്കണേ. ഞാനിതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാ, ഇങ്ങനെയായിട്ടത് കൊളാക്കരുത് പ്ലീസ്. അവരായാലും അതുണ്ടോ? ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയും അവരോട്? ശരി. ഹേയ് സൂസി. ഹായ് സഞ്ജു. ഹേയ് ജിയ. ഹായ് രവി. ഹായ് കെൻസ്. എൻ്റെ നെയിം അറിയോ? പിന്നെ അവൻ നിന്റെ എല്ലാ വ്ളോഗും കാണാറുണ്ട്. ഓ എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞങ്ങൾ അങ്ങോട്ട് പോവാ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാവരുടെ പേരും എനിക്കറിയാം, പക്ഷേ തൻ്റെ പേര് മാത്രം എനിക്കറിയില്ല. എന്താ തൻ്റെ പേര്? ഓ അതായിരുന്നോ കാര്യം? അത് വലിയൊരു കഥയാ. എൻ്റെ അമ്മയാണെങ്കിൽ കട്ട തലപതി ഫാനാ, അപ്പൊ പിന്നെ ഊഹിക്കാലോ എന്ത് പേര് എനിക്കിടാന്ന്. അതന്നെ, വിജയ് പ്രഭാകർ. ഓ ഞാനും ഭയങ്കര വിജയ് ഫാനാ, എനിക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മൂവിയൊക്കെ കാണുന്നത്. നൈസ് നെയിം. ഓ താങ്ക്സ്.
അതല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ? അതായത് ഈ നെയിം കെൻസാന്നല്ലേ, പിന്നെന്താ ഈ ചാനൽ നെയിം ഷെസ ബെങ്തെന്ന്? അത് ചെറിയ ഡൗട്ട് ഉണ്ട്. ഓ അതോ, അത് എൻ്റെ സോൾമേറ്റിൻ്റെ നെയിമാണ്. ഞങ്ങളുടെ പേര് ഫസ്റ്റ് ലെറ്റർ അത്. എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. ഷെസ ബെങ്തൻ. അയ്യോ എനിക്ക് വയ്യ. എന്തുപറ്റി? വൺക്കടിച്ചു വിജയ്. ഓ മൈ ഗോഷ്, കെൻസ, കൺഗ്രാറ്റ്സ്. ഓ താങ്ക് യു വിജയ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കുണ്ടൊരു കാര്യം പറയാം. ആണോ? എന്നാ വിജയ് പറ. ഇല്ല, താൻ പറ. അത് അന്ന് അവിടെ വെച്ച് നടന്നതിനെല്ലാം ഞാൻ സോറി ചോദിക്കുക. എൻ്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക്. അപ്പം തന്നെ സോറി ചോദിച്ചിരുന്നെങ്കിൽ അതവിടെ തന്നെ സോൾവ് ആക്കാമായിരുന്നു. എനിക്കറിയാം വിജയ് എന്നോട് സോറി ചോദിക്കാനാണ് വരുന്നതെന്ന്. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സോറിയൊക്കെയുണ്ട്, പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്നതല്ല. പിന്നെന്താ? അത് എനിക്ക് ഈ കാന്താരി പെണ്ണിനെ ഇഷ്ടമായെന്ന് പറയാൻ വേണ്ടി വന്നത് തന്നെ. അതിന് എന്താ, എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? പറയുവാണെങ്കിൽ ഇപ്പൊ പറയണം. അതല്ല, എനിക്കിഷ്ടമാണ്. ഞാനും ഇത് പറയണമെന്ന് കരുതിയിരുന്നതാ. പക്ഷേ സിറ്റുവേഷൻ. അപ്പൊ എന്റെ കൊച്ചിന് എന്നെ ഇഷ്ടമാണ് അല്ലേ? അത് കേട്ടാ മതി. എനിക്കിഷ്ടമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ, പോയാലോ? പോകാം. ഹലോ ഗായ്സ്, അടിക്ക് മക്കളെ അടിക്ക്. എന്ത് ലൈക്ക്, എല്ലാവരും ഇവിടെ നോക്കുക ഗായ്സ്. ഇവിടെ അടിപൊളി സൂപ്പർ അടാറായിട്ട് ചായ കിട്ടുന്നുണ്ട്. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം.